നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീജ ജെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്കൃത വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സംസ്കൃതം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പ്രോഗ്രാമിലെ ഡിസിപ്ലിനറി കോർ കോഴ്സായ സംസ്കൃത അധ്യയന വിധി ബ്ലോക്ക് 1-ലെ 4ാമത്തെ യൂണിറ്റായ സർവനാമ ശബ്ദങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സംസ്കൃത ഭാഷയിലെ പദങ്ങളെ നാമം, ക്രിയ, അവ്യയം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. നാമപദങ്ങളെ അജന്തങ്ങളെന്നും ഹലന്തങ്ങളെന്നും 2ആയി തിരിച്ചിരിക്കുന്നു. അവയ്ക്ക് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിങ്ങനെ 3 ലിംഗങ്ങളും പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി എന്നിങ്ങനെ 7 വിഭക്തികളും ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെ 3 വചനങ്ങളുമായി തിരിച്ചിരിക്കുന്നു. നാമപദങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെ സർവനാമ ശബ്ദങ്ങൾ എന്ന് പറയുന്നു. സർവനാമ ശബ്ദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അവൻ, അവൾ, അത്, ഇത്, ഇവൻ, ഇവൾ, ഞാൻ, നീ എന്നിങ്ങനെ. നാമശബ്ദങ്ങൾക്ക് വരുന്ന എല്ലാ നിയമങ്ങളും സർവനാമ ശബ്ദങ്ങൾക്കും വരുന്നതാണ്. സർവനാമ ശബ്ദങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്: സംബോധന പ്രഥമ ഇല്ല. സർവനാമ പദങ്ങളും നാമപദങ്ങളും ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. സർവനാമ പദങ്ങളും ക്രിയാപദങ്ങളും ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന സർവനാമ ശബ്ദങ്ങൾ അസ്മത്, യുഷ്മത്, തത്, ഇദം, കിം തുടങ്ങിയ ശബ്ദങ്ങളാണ്. ആദ്യമായി നമുക്ക് അസ്മത്, യുഷ്മത് തുടങ്ങിയ ശബ്ദങ്ങളെ പരിചയപ്പെടാം. അഷ്മതും യുഷ്മത് ശബ്ദങ്ങൾ ദകാരം അന്തമായിട്ടുള്ള ശബ്ദങ്ങളാണ്. ഇവയ്ക്ക് ത്രിഷു ലിംഗങ്ങളും സമാനമാണ്. 3 ലിംഗങ്ങളിലെയും രൂപങ്ങൾ സമാനമായിട്ടാണ് വരുന്നത്. പിന്നെ ദ്വിതീയ, ചതുർത്ഥി, ഷഷ്ടി തുടങ്ങിയ വിഭക്തികളിലെ രൂപങ്ങൾ 2 എണ്ണം വീതം വരുന്നുണ്ട്. ഈ 2 എണ്ണം വീതം വരുന്നവയ്ക്കും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് അസ്മ ശബ്ദത്തിലെ രൂപങ്ങളെ പരിചയപ്പെടാം. ദകാരാന്തക അസ്മ ശബ്ദ: അഹം ഞാൻ, ആവാം ഞങ്ങൾ 2 പേർ, വയം ഞങ്ങൾ എല്ലാവരും, മാം മാ എന്നെ, ആവാം നൗ ഞങ്ങൾ 2 പേരെ, അസ്മാൻ നഹ ഞങ്ങളെ, മയ എന്നാൽ, ആവാഭ്യാം ഞങ്ങൾ 2 പേരാൽ, അസ്മാഭിഹി ഞങ്ങളാൽ, മഹ്യം മേ എനിക്കായിക്കൊണ്ട്, ആവാഭ്യാം നൗ ഞങ്ങൾ 2 പേർക്കായിക്കൊണ്ട്, അസ്മഭ്യം നഹ ഞങ്ങൾക്കായിക്കൊണ്ട്, മത് എന്നിൽ നിന്നും, ആവാഭ്യാം ഞങ്ങൾ 2 പേരിൽ നിന്നും, അസ്മത് ഞങ്ങളിൽ നിന്നും, മമ മേ എൻ്റെ എനിക്ക്, ആവയോഹോ നൗ ഞങ്ങൾ 2 പേരുടെ ഞങ്ങൾ 2 പേർക്ക്, അസ്മാകം നഹ ഞങ്ങൾ നമ്മുടെ ഞങ്ങൾക്ക്, മയി എന്നിൽ, ആവയോഹോ ഞങ്ങൾ 2 പേരിൽ ഞങ്ങൾ 2 പേരിൽ വെച്ച്, അസ്മാസു ഞങ്ങളിൽ. നാമശബ്ദങ്ങളായ ബാലൻ, രാമൻ, ബാലൻ സ്കൂളിലേക്ക് പോയി, ബാലൻ കഴിച്ചു, ബാലൻ പഠിച്ചു എന്ന് റിപ്പീറ്റായിട്ട് നമുക്ക് ബാലശബ്ദം ഉപയോഗിക്കേണ്ടി വരുന്നു. അതിന് പകരം നമ്മൾ സർവനാമ ശബ്ദമായ അവൻ, അവൾ എന്നിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അസ്മശബ്ദത്തിലെ പ്രഥമ ഏകവചനം അഹം എന്നാണ്. ഇവിടെ അഹം അർത്ഥം വരുന്നത് ഞാൻ എന്നാണ്. അപ്പോൾ നമ്മൾ 2 പേരെ പറയുമ്പോൾ ആവാം എന്നുപയോഗിക്കുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വയം എന്ന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് ദ്വിതീയ വിഭക്തിയിലേക്കും മാം, മാ എന്ന് പറഞ്ഞാൽ എന്നെ. അടുത്തത് ആവാം നൗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 പേരെ. അപ്പോൾ നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബാലൻ എന്ന് പറഞ്ഞ് ബാലൻ 2 പേർ അല്ലെങ്കിൽ ബാലന്മാർ എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എന്ന പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. സർവനാമ ശബ്ദങ്ങൾ, ഇപ്പം ഞങ്ങൾ മാത്രമല്ല സർവനാമ ശബ്ദങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ നമുക്ക് ആ വാചകം പൂർണ്ണമാക്കാവുന്നതാണ്. ചില ഉദാഹരണങ്ങൾ കൂടി നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അഹം സംസ്കൃതം പഠാമി: അഹം ഞാൻ സംസ്കൃതം പഠിക്കുന്നു. ആവാം ഭോജനം ഖാദാവഹ: ആവാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ 2 പേർ ഭക്ഷണം കഴിക്കുന്നു. വയം ഗച്ഛാമഹ: ഞങ്ങളെല്ലാവരും പോകുന്നു. മമ നാമ ശോഭ: എൻ്റെ പേര് ശോഭ. മമ എന്നുള്ളത് സർവനാമ ശബ്ദമാണ്, അസ്മശബ്ദത്തിൻ്റെ രൂപമാണ്. അസ്മാകം രാഷ്ട്രസ്യ നാമ ഭാരതം: നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേര് ഭാരതം. അതുപോലെ മാതാ മഹ്യം പുസ്തകം ദദാതി: അമ്മ എനിക്കായിക്കൊണ്ട് പുസ്തകം തരുന്നു. ഇവിടെ മഹ്യം എന്നുള്ളതാണ് സർവനാമം. ജനാഹ മയി വിശ്വാസം കുർവന്തി: ജനങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു. ആ മയി എന്നുള്ളത് എന്നിൽ എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് ഈ ഉദാഹരണങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ദകാരാന്തമായ യുഷ്മ ശബ്ദമാണ് നമ്മൾ പഠിക്കുന്നത്.
ദകാരാന്ത യുഷ്മശബ്ദം തൃശുലിംഗങ്ങളിലും സമാന രൂപങ്ങളാണ്. അസ്മശബ്ദം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏകവചനം ത്വം എന്നാണ് അർത്ഥം വരുന്നത്. ത്വം എന്ന് പറഞ്ഞാൽ നീ, യുവാം നിങ്ങൾ രണ്ടുപേർ, യൂയം നിങ്ങൾ, ത്വാം ത്വാ നിന്നെ, യുവാം വാം നിങ്ങൾ രണ്ടുപേരെ, യുഷ്മാൻ വഹ നിങ്ങളെ, ത്വയാ നിന്നാൽ, യുവാഭ്യാം നിങ്ങൾ രണ്ടുപേരാൽ, യുഷ്മാഭിഹി നിങ്ങളാൽ, ഇതുഭ്യം തേ നിനക്കായിക്കൊണ്ട്, യുവാഭ്യാം വാ നിങ്ങൾ രണ്ടുപേർക്കായിക്കൊണ്ട്, യുഷ്മഭ്യം വഹ നിങ്ങൾക്കായിക്കൊണ്ട്, ത്വത് നിന്നിൽ നിന്നും, യുവാഭ്യാം നിങ്ങൾ രണ്ടുപേരിൽ നിന്നും, യുഷ്മത് നിങ്ങളിൽ നിന്നും, തവ തേ നിന്റെ നിനക്ക്, യുവയോഹോ വാം നിങ്ങൾ രണ്ടുപേരുടെ നിങ്ങൾ രണ്ടുപേർക്ക്, യുഷ്മാകം വഹ നിങ്ങളുടെ നിങ്ങൾക്ക്, ത്വയി നിന്നിൽ നിങ്ങൾ രണ്ടുപേരിൽ, യുവയോഹോ യുഷ്മാസു നിങ്ങളിൽ. ദകാരാന്ത യുഷ്മശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചന രൂപം ത്വം എന്നാണ്. ത്വം എന്നർത്ഥം നീ എന്നാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരെ പറയുന്നു. അതുപോലെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നിൽ കൂടുതൽ ആൾക്കാരെ പറയുമ്പോൾ നമ്മൾ നിങ്ങളെന്ന് പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ ദ്വിതീയ, തൃതീയ തുടങ്ങിയ വിഭക്തികളുടെ രൂപങ്ങളും നമുക്ക് വാചകത്തോടൊപ്പം ചേർത്ത് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. പ്രഥമ ഏകവചന രൂപം ത്വം എന്നാണ്. ത്വം അർത്ഥം നീ എന്നാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെ പറയുമ്പോൾ നമ്മൾ യുവാം എന്ന സർവനാമം ഉപയോഗിക്കുന്നു. മൂന്നിൽ കൂടുതൽ ആൾക്കാരെ പറയുമ്പോൾ ബഹുവചനമായ യൂയം, പ്രഥമ വിഭക്തിയിലെ ബഹുവചനമായ യൂയം എന്ന രൂപം നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ദ്വിതീയ, തൃതീയ തുടങ്ങിയ വിഭക്തികളിലെ സർവനാമ ശബ്ദങ്ങൾ ഉപയോഗിച്ച് പദങ്ങളോടൊപ്പം ചേർത്ത് നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ചില ഉദാഹരണങ്ങൾ കൂടി നമുക്കത് മനസ്സിലാക്കാം. ഉദാഹരണങ്ങൾ നോക്കാം. ത്വം പ്രാതഃ വിദ്യാലയം ഗച്ഛസി, നീ രാവിലെ വിദ്യാലയത്തിൽ പോകുന്നു. ത്വം നീ എന്നുള്ളതാണ് ഇവിടെ സർവനാമം. ത്വം കസ്മാത് സംസ്കൃതം പഠസി, നീ ആരിൽ നിന്നുമാണ് സംസ്കൃതം പഠിക്കുന്നത്. ത്വം എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. സർവനാമം ത്വമാണ്. കസ്മാത് എന്നുള്ളതും ഒരു സർവനാമ ശബ്ദമാണ്. അത് നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. യൂയം വിദ്യാലയം ഗച്ഛത, യൂയം നിങ്ങൾ വിദ്യാലയത്തിൽ പോകുന്നു. തവ നാമ കിം, നിന്റെ പേര് എന്താണ്. തവ എന്നുള്ളത് സർവനാമമാണ്. അഹം ത്വയാ സാകം ആഗച്ഛാമി, ഞാൻ നിന്നോടുകൂടെ വരുന്നു. ഇവിടെ അഹം എന്നുള്ളതും ത്വയ എന്നുള്ളതും സർവനാമ ശബ്ദമാണ്. അഹം നമ്മൾ അസ്മശബ്ദത്തിലെ പ്രഥമ ഏകവചനം അഹം എന്നായിരുന്നു. ഇവിടെ ത്വയ എന്നുള്ളത് യുഷ്മശബ്ദത്തിലെ ഒരു സർവനാമ ശബ്ദമാണ്. അടുത്തതായിട്ട് ദകാരാന്തമായ തശബ്ദത്തെ പരിചയപ്പെടാം. ദകാരാന്ത പുല്ലിംഗ, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിങ്ങനെ 3 ലിംഗങ്ങളും തശബ്ദം പറയുന്നുണ്ട്. തശബ്ദം ദകാരാന്തമാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പുല്ലിംഗ ശബ്ദത്തെ പരിചയപ്പെടാം. സഹ അവൻ, തൗ അവർ രണ്ടുപേർ, തേ അവർ, തം അവനെ, തൗ അവർ രണ്ടുപേരെ, താൻ അവരെ, തേന അവനാൽ, താഭ്യാം അവർ രണ്ടുപേരാൽ, തൈഹി അവരാൽ, തസ്മൈ അവനായിക്കൊണ്ട്, താഭ്യാം അവർ രണ്ടുപേർക്കായിക്കൊണ്ട്, തേഭ്യഹ അവർക്കായിക്കൊണ്ട്, തസ്മാത് അവനിൽ നിന്നും, താഭ്യാം അവർ രണ്ടുപേരിൽ നിന്നും, തേഭ്യഹ അവരിൽ നിന്നും, തസ്യ അവൻ്റെ, തയോഹോ അവർ രണ്ടുപേരുടെ, തേഷാം അവരുടെ, തസ്മിൻ അവനിൽ, തയോഹോ അവർ രണ്ടുപേരിൽ, തേഷു അവരിൽ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. സഹ ബാലഹ അസ്തി, സഹ അവൻ ആൺകുട്ടി ആകുന്നു. സഹ വിദ്യാലയം ഗച്ഛതി, അവൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു. തൗ ഉദ്യാനെ ക്രീഡതഃ, തൗ അവർ രണ്ടുപേർ ഉദ്യാനത്തിൽ കളിക്കുന്നു. ഇവിടെ നമുക്ക് അസഹ, തൗ എന്നുള്ളത് സർവനാമ ശബ്ദങ്ങളാണ്. ഇതുപോലെ തന്നെ മറ്റ് സർവനാമ ശബ്ദങ്ങളും ഉപയോഗിച്ച് നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. തശബ്ദം സ്ത്രീലിംഗത്തിൻ്റെ ചില ഉദാഹരണം നമുക്ക് പരിചയപ്പെടാം. സ ബാലിക ഭവതി, സ അവൾ ബാലിക ആകുന്നു. സ എന്നുള്ളതാണ് ഇവിടെ സർവനാമ ശബ്ദം, അവൾ എന്നാണ് അർത്ഥം. സ അംബ അസ്തി, സ അവൾ മാതാവ് ആകുന്നു. മാതാ തസ്യൈ പുസ്തകം ദദാതി, മാതാ അമ്മ, തസ്യൈ അവൾക്കായിക്കൊണ്ട് പുസ്തകം ദദാതി നൽകുന്നു. തസ്യഹ നാമ രമ്യ അസ്തി, തസ്യഹ അവളുടെ പേര് രമ്യ എന്നാകുന്നു. ശിക്ഷിക താം പശ്യതി, താം അവളെ, ശിക്ഷിക താം പശ്യതി, ശിക്ഷിക അധ്യാപിക അവളെ നോക്കുന്നു. ഇത്രയും സർവനാമ ശബ്ദങ്ങൾ തശബ്ദത്തിൻ്റെ സ്ത്രീലിംഗത്തിലുള്ളതാണ്. മറ്റുള്ള നാമങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്.
അടുത്തതായിട്ട് ദകാരാന്ത നപുംസകലിംഗ തശബ്ദമാണ്. തത്, അത്, തേ, താനി. ഇവിടെ നമ്മൾ ഏകവചനം മാത്രമേ മലയാളത്തിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ നിങ്ങൾ രണ്ടെണ്ണം, ദ്വിവചനത്തെ പറയുമ്പോൾ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നു, ബഹുവചനം പറയുമ്പോൾ മൂന്നും മൂന്നിൽ കൂടുതലും എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതായിട്ട് കരുതിക്കൊള്ളുക. തത്, തേ, താനി. തത്, അത്, തത്, അതിനെ, തേ, താനി, തേന, അതിനാൽ, താഭ്യാം, തൈഹി, തസ്മൈ, അതിനായിക്കൊണ്ട്, താഭ്യാം, തേഭ്യഃ, തസ്മാത്, അതിൽ നിന്നും, താഭ്യാം, തേഭ്യഃ, തസ്യ, അതിൻ്റെ, തയോഹോ, തേഷാം, തസ്മിൻ, അതിൽ, തയോഹോ, തേഷു. നമ്മൾക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം. തത് കിം, അത് എന്താണ്? തത് ഗൃഹം അസ്തി. തത് ഗൃഹം അസ്തി, അത് വീടാണ്. താനി പുഷ്പാണി സന്തി. താനി എന്നുള്ളതാണ് സർവനാമം, അത് പൂക്കൾ ആണ്. തസ്മിൻ വനെ പശവഹ സന്തി, ആ വനത്തിൽ മൃഗങ്ങൾ ഉണ്ട്. ഗോപാലഹ തേന സഹ ഗച്ഛതി. ഗോപാലഹ തേന, അവനോടൊപ്പം പോകുന്നു. ഇവിടെ നമുക്ക് സർവനാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. തത്, താനി, തസ്മിൻ, തേന എന്നുള്ളതെല്ലാം തശബ്ദത്തിൻ്റെ നപുംസകലിംഗത്തിലെ സർവനാമങ്ങളാണ്. അടുത്തതായി മകാരാന്ത പുല്ലിംഗ ഇതശബ്ദത്തെ പരിചയപ്പെടാം. അയം, ഇവൻ. ഇമൗ, ഇമേ. ഇമം, ഏനം, ഇവനെ. ഇമൗ, ഏനൗ. ഇമാൻ, ഏനാൻ. അനേന, ഇവനാൽ. ആഭ്യാം, ഏഭിഹി. അസ്മൈ, ഇവനായിക്കൊണ്ട്. ആഭ്യാം, ഏഭ്യഃ. അസ്മാത്, ഇവനിൽ നിന്നും. ആഭ്യാം, ഏഭ്യഃ. അസ്യ, ഇവൻ്റെ. അനയോഹോ, ഏനയോഹോ, യേഷാം. അസ്മിൻ, ഇവനിൽ. അനയോഹോ, ഏനയോഹോ, യേഷു. ഇവിടെ ഇമം, ഏനം എന്ന് രണ്ട് ശബ്ദങ്ങളുണ്ട് ദ്വിതീയ വിഭക്തിക്ക്. ഇവിടെ രണ്ടിനും ഒരേ അർത്ഥമാണ്, ഇവനെ എന്നാണ്. അതുപോലെ തന്നെ ദ്വിവചനത്തിലും ഇമൗ, ഏനൗ, ഇമാൻ, ഏനാൻ എന്നിവയ്ക്കും ഒരേ അർത്ഥങ്ങളാണ് വരുന്നത്. ദ്വിവചനത്തിൽ പറയുമ്പോൾ അത് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കും. ഇവനെ എന്നുള്ളത് രണ്ടു പേരെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇമാൻ, ഏനാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഷഷ്ടി വിഭക്തിയിൽ അനയോഹോ, ഏനയോഹോ, ഇവൻ്റെ. അസ്യ എന്നുള്ളത് ഇവൻ്റെ എന്നാകുന്നു. ദ്വിവചനത്തിൽ വരുമ്പോൾ അനയോഹോ, ഏനയോഹോ എന്നുള്ളതിനെ രണ്ടു പേരെ എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ സപ്തമി വിഭക്തിയിൽ അനയോഹോ, ഏനയോഹോ. ഇവിടെ ഷഷ്ടിയിലും സപ്തമിയിലും ദ്വിവചനം ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ കൂടി അത് മനസ്സിലാക്കാവുന്നതാണ്. അയം പുരുഷഃ അസ്തി. അയം, ഇവൻ എന്നാണ് അർത്ഥം. പുരുഷഃ അസ്തി, ഇവൻ പുരുഷനാണ്. അസ്യ നാമ സുരേഷ്. അസ്യ, ഇവൻ്റെ പേര് സുരേഷ. അസ്മിൻ ബാലകെ സദ്ഗുണാഹ സന്തി. അസ്മിൻ എന്നുള്ളതാണ് സർവനാമം. ഇത്, ഈ. അസ്മിൻ ബാലകെ, അസ്മിൻ എന്നർത്ഥം ഇത്, ഈ എന്നാണ് അർത്ഥം. ഈ തൊട്ടടുത്തുള്ള ബാലകനെ സൂചിപ്പിക്കുമ്പോഴാണ് അസ്മിൻ എന്ന് പറയുന്നത്. അസ്മിൻ ബാലകെ, അതുകൊണ്ട് ഈ ബാലനിൽ നല്ല ഗുണങ്ങളുണ്ട്. സദ്ഗുണാഹ സന്തി. ഇതുപോലെ തന്നെ മറ്റ് സർവനാമ ശബ്ദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കി പരിചയപ്പെടേണ്ടതാണ്. അടുത്തതായിട്ട് മകാരാന്ത സ്ത്രീലിംഗം ഇതം ശബ്ദമാണ് പറയുന്നത്. ഇയം, ഇവൾ. ഇമേ, ഇമാഹ. ഇമാം, ഏനാം, ഇവളെ. ഇമേ, ഏനെ. ഇമാഹ, ഏനാഹ. അനയ, ഏനയ, ഇവളാൽ. ആഭ്യാം, ആഭിഹി. അസ്യൈ, ഇവൾക്കായിക്കൊണ്ട്. ആഭ്യാം, ആഭ്യഃ. അസ്യാഹ, ഇവളിൽ നിന്നും. ആഭ്യാം, ആഭ്യഃ. അസ്യാഹ, ഇവളുടെ. അനയോഹോ, ഏനയോഹോ. ആസാം, അസ്യാം, ഇവളിൽ. അനയോഹോ, ഏനയോഹോ, ആസു. ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ഇയം ബാലിക അസ്തി. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പറയുമ്പോഴാണ് ഇവിടെ ഇയം എന്ന് പറയുന്നത്. ഇയം ബാലിക അസ്തി. ഇയം, ഇവൾ പെൺകുട്ടിയാണ്. അസ്യാഹ നാമ ലത. ഇവളുടെ പേര് ലത. അസ്യാഹ എന്ന് പറഞ്ഞാൽ ഇവളുടെ എന്നാണ് അർത്ഥം. ഇവളുടെ പേര് ലത. മാതാ അസ്യൈ ലേഖനി ദദാതി. മാതാ, അമ്മ. അസ്യൈ, ഇവൾക്കായിക്കൊണ്ട്. ലേഖനി ദദാതി, പേന നൽകുന്നു. അടുത്തതായിട്ട് മകാരാന്ത നപുംസകലിംഗം ഇതം ശബ്ദമാണ്. ഇതം, ഇത്. ഇമേ, ഇമാനി. ഇതം, ഏനത്, ഇതിനെ. ഇമേ, ഏനെ. ഇമാനി, ഏതാനി. അനേന, ഏനേന, ഇതിനാൽ. ആഭ്യാം, ഏഭിഹി. അസ്മൈ, ഇതിനായിക്കൊണ്ട്. ആഭ്യാം, ഏഭ്യഃ. അസ്മാത്, ഇതിൽ നിന്നും. ആഭ്യാം, ഏഭ്യഃ.
അസ്യ ഇതിൻ്റെ, അനയോഹോ ഏനയോഹോ യേഷാം, അസ്മിൻ ഇതിൽ, അനയോഹോ ഏനയോഹോ യേഷു. ഇവിടെ നമ്മൾ ചില ശബ്ദങ്ങൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇതം ഏനത് ദ്വിതീയ വിഭക്തിയിലെയും അതുപോലെ തന്നെ ഷഷ്ടി സപ്തമി വിഭക്തിയിലെ ചില ശബ്ദങ്ങൾ നമുക്ക് രണ്ടായിട്ടുണ്ട്. അവിടെ ഒരേ അർത്ഥം തന്നെ. ഇപ്പം അനയോഹോ ഏനയോഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ എന്നുള്ളതിൻ്റെ രണ്ടെണ്ണത്തിനെ പറയുമ്പോഴാണ് അനയോഹോ ഏനയോഹോ എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇതം പുസ്തകം അസ്തി, തൊട്ടടുത്തിരിക്കുന്ന അതിനെ പറയുമ്പോഴാണ് ഇതം എന്ന് ചേർക്കുന്നത്. ഇതം പുസ്തകം അസ്തി, അതൊരു നപുംസകലിംഗമായിരിക്കണം. ഇതം പുസ്തകം അസ്തി, ഇത് പുസ്തകമാണ്. അസ്മിൻ നഗരെ വാഹനാനി സന്ധി, ഈ നഗരത്തിൽ ദൂരെ അല്ലാത്ത അടുത്തുള്ളതായിട്ടുള്ള നഗരത്തിൽ വാഹനങ്ങൾ ഉണ്ട്. അസ്മാത് വൃക്ഷാത് ഫലാനി പതന്തി, ഈ വൃക്ഷത്തിൽ നിന്നും, അസ്മാത് ഇത് എന്നുള്ളതാണ് തൊട്ടടുത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസ്മാത് വൃക്ഷാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃക്ഷത്തിൽ നിന്നും ഫലാനി പതന്തി, ഫലങ്ങൾ വീഴുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഇതം ശബ്ദത്തിൻ്റെ നപുംസക ലിംഗങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായി വാചകങ്ങൾ നിർമ്മിക്കേണ്ടതാണ്. അടുത്തതായിട്ട് കിം ശബ്ദമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കിം ശബ്ദം മകാരാന്തമാണ്. അതുപോലെ കിം ശബ്ദം എന്ന് പറഞ്ഞാൽ ചോദ്യവാചക ശബ്ദമാണ്. കിം ശബ്ദം ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സർവനാമ ശബ്ദമാണ് കിം ശബ്ദം. അതിലെ പുല്ലിംഗത്തിലെ ശബ്ദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കഹ ആര്, കൗ കെ, കം ആരെ, കൗ കാൻ, കേന ആരെ കൊണ്ട്, ആരാൽ ഏതൊരുവനാൽ, കാഭ്യാം കൈഹി, കസ്മൈ ആർക്കായിക്കൊണ്ട്, കാഭ്യാം കേഭ്യഃ, കസ്മാത് ആരിൽ നിന്നും, കാഭ്യാം കേഭ്യഃ, കസ്യ ആരുടെ, കയോഹോ കേശാം, കസ്മിൻ ആരിൽ, കയോഹോ കേഷു. ഇവിടെ കഹ എന്നുള്ളത് ആര് എന്നുള്ളത് അർത്ഥമാണ്. ഇവിടെ പുല്ലിംഗത്തിലാണ് ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. അതുപോലെ രണ്ടെണ്ണത്തിന് രണ്ടുപേർ ആര് എന്ന് ചോദിക്കുമ്പോൾ കൗ എന്ന് പറയുന്നു. കെ എന്ന് പറഞ്ഞാൽ അവരാരെല്ലാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കെ എന്ന് ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കഹ മന്ദിരം ഗച്ഛതി, കഹ ആരാണ് മന്ദിരത്തിൽ പോകുന്നത്. ഇവിടെ കഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ ശബ്ദമാണെന്ന് ഓർക്കുക. രമേശഃ കഹ പശ്യതി, രമേശഃ കം പശ്യതി, രമേശൻ ആരെ, കം എന്നുള്ളത് ആരെ എന്നാണ് അർത്ഥം വരുന്നത്. കം പശ്യതി ആരെ നോക്കുന്നു. തത് കസ്യ ഗൃഹം ഭവതി, തത് അത്, കസ്യ ആരുടെ, ഗൃഹം ആകുന്നു, അത് ആരുടെ വീടാണ്. ഇവിടെ എല്ലാം ചോദ്യ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഈ കിം ശബ്ദം വന്നതുകൊണ്ടാണ് അവിടെ ചോദ്യങ്ങൾ. ഇതെല്ലാം ചോദ്യവാചക ശബ്ദങ്ങളാണ്. ബാക്കിയുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ നിർമ്മിച്ച് പഠിക്കേണ്ടതാണ്. അടുത്തതായിട്ട് കിം ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ് പരിചയപ്പെടുന്നത്. കാ ആരെ, കെ കാഹ, കാം ആരെ, കെ കാഹ, കയ ആരെ കൊണ്ട്, ആരാൽ, കാഭ്യാം കാഭിഹി, കസി ആർക്കായിക്കൊണ്ട്, കാഭ്യാം കാഭ്യഃ, കസ്യാഹ ആരിൽ നിന്നും, കാഭ്യാം കാഭ്യഃ, കസ്യാഹ ആരുടെ, കയോഹോ കാസാം, കസ്യാം ആരിൽ, കയോഹോ കാസു. ഇവിടെ പുല്ലിംഗ ശബ്ദം കഹ എന്നതായിരുന്നു. സ്ത്രീലിംഗ ശബ്ദം വന്നപ്പോൾ അത് കാ എന്നായി. സ്ത്രീലിംഗം ഏകവചനം കാ എന്നാണ്. അവൾ ആര് എന്ന് ചോദിക്കുകയാണ്. കെ അവർ രണ്ടുപേർ ആരൊക്കെ, കാഹ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾ ആരൊക്കെ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. അതുപോലെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സ ക അസ്തി, സ അവൾ, ക അസ്തി ആരാണ്. ശിക്ഷക കസ്യൈ പുസ്തകം ദദാതി, ശിക്ഷക എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നാണ് അർത്ഥം. കസ്യൈ ആർക്കായിക്കൊണ്ടാണ് പുസ്തകം നൽകുന്നത്. പിന്നെ ഇതം കസ്യാഹ ലേഖനി ഭവതി, ഇതം ഇത്, കസ്യാഹ ആരുടെ, ലേഖനി ഭവതി ആരുടെ പേനയാണ്, ആരുടെ പേനയാകുന്നു, ആരുടെ പേനയാണ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അടുത്തതായിട്ട് മകാരം നപുംസകലിംഗം കിം ശബ്ദമാണ് പരിചയപ്പെടുന്നത്. കിം എന്ത്, കെ കാനി, കിം കെ കാനി, കിം എന്തിനെ, കേന എന്തിനാൽ, കാഭ്യാം കൈഹി, കസ്മൈ എന്തിനായിക്കൊണ്ട്, കാഭ്യാം കേഭ്യഃ, കസ്മാത് എന്തിൽ നിന്നും, കാഭ്യാം കേഭ്യഃ, കസ്യ എന്തിൻ്റെ, കയോഹോ കേശാം, കസ്മിൻ എന്തിൽ, കയോഹോ കേഷു. ഇവിടെ നപുംസകലിംഗത്തിലെ പ്രഥമ ഏകവചനം എന്ന് പറയുന്നത് കിം എന്നാണ്. എന്ത് എന്ന അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം.
സർവനാമങ്ങളോടൊപ്പം ചില നാമപദങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. സഹ കഹ, അദ്ദേഹം ആരാണ്. സ ക, അവൾ ആരാണ്. ഇവിടെ സഹ എന്നുള്ളത് സർവനാമ ശബ്ദമാണ്, കഹ എന്നുള്ളതും സർവനാമ ശബ്ദമാണ്. അതുപോലെ തത് കിം, തത് എന്നുള്ളതും സർവനാമ ശബ്ദമാണ്, കിം എന്നുള്ളതും സർവനാമ ശബ്ദമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് സഹ അധ്യാപക. ഇവിടെ എന്താണ് സഹ അധ്യാപക എന്നുള്ളത്? സഹ എന്നുള്ളത് സർവനാമ ശബ്ദവും അധ്യാപക എന്നുള്ളത് നാമശബ്ദവുമാണ്. അതുപോലെ സ മഹിള, അവൾ ആരാകുന്നു? മഹിളയാണ്, വുമൺ ആണ്. അതുപോലെ സ എന്നുള്ളത് സർവനാമ ശബ്ദവും മഹിള എന്നുള്ളത് നാമശബ്ദവുമാണ്. തത് ഉദ്യാനം, തത് എന്നുള്ളത് സർവനാമ ശബ്ദവും ഉദ്യാനം എന്നുള്ളത് നാമപദവുമാണ്. അടുത്തതായിട്ട് സർവനാമ പദങ്ങളോടൊപ്പം ക്രിയാപദങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. സഹ കിം കരോതി, ഇവിടെ കരോതി എന്നുള്ളതാണ് ക്രിയാപദം. അവിടെ സഹ എന്നുള്ളത് സർവനാമ ശബ്ദമാണ്, കിം എന്നുള്ളതും സർവനാമ ശബ്ദമാണ്. സഹ കിം കരോതി, അവൻ എന്ത് ചെയ്യുന്നു. സഹ പുസ്തകം പഠതി, സഹ പുസ്തകം പഠതി. സഹ എന്നുള്ളത് സർവനാമ ശബ്ദമാണ്, പുസ്തകം എന്നുള്ളത് നാമശബ്ദമാണ്, പഠതി എന്നുള്ളത് ക്രിയാപദമാണ്. അടുത്തതായിട്ട് അഹം ഭവാൻ ഭവതി, ഈ മൂന്നും സർവനാമ ശബ്ദങ്ങളാണ്. നിങ്ങൾക്ക് ഭവാൻ ഭവതി എന്നുള്ള സർവനാമ ശബ്ദങ്ങൾ പഠിക്കാനില്ലെങ്കിൽ കൂടിയും ഒരു ഉദാഹരണം പോലെ പറയുകയാണ്. ഭവാൻ കഹ, അങ്ങ് ആരാണ്. അപ്പോൾ ഉത്തരമായിട്ട് അഹം ചികിത്സക, ഞാൻ ഡോക്ടറാണ്. അതുപോലെ ഭവതി ക, ഭവതി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുകയാണ്. ഭവതി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന അഹം നർത്തകി, ഞാൻ ഒരു ഡാൻസറാണ്. അഹം ഗായിക, ഞാനൊരു സിംഗറാണ്. ഇത്രയും നേരം അസ്മത്, യുഷ്മത്, തത്, ഇതം, കിം തുടങ്ങിയ സർവനാമ ശബ്ദങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ചില ഉദാഹരണങ്ങൾ കൂടി അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ സർവനാമ ശബ്ദങ്ങൾ മനഃപ്പാഠമാക്കേണ്ടതാണ്. ഇത്രയും സർവനാമ ശബ്ദങ്ങൾ മനഃപ്പാഠമാക്കേണ്ടതാണ്. കൂടാതെ ഈ ശബ്ദങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ സ്വയം വാചകങ്ങൾ ഉണ്ടാക്കി പഠിച്ച് അത് പരിശീലിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.